Asylum SSC-RRB. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ NTPC നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് RRB വെബ്സൈറ്റ് 13/9/2024 നോട്ടിഫിക്കേഷൻ വന്നു. ഓൺലൈൻ അപ്ലിക്കേഷൻ 14-ാം തീയതി മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 13/10/2024 ആണ്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ അശ്വിൻ സാർ ചെയ്തിട്ടുണ്ട്. അശ്വിൻ സാറും അജയ് സാറും കൂടെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈവ് സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവിന്റെ റെക്കോർഡ് വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് കണ്ടു നോക്കുക, ആരെങ്കിലും ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ കണ്ടിട്ടില്ല എങ്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഈ NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണോ എന്നുള്ളത്. പിന്നെയാണെങ്കിൽ ഇതിൽ നമ്മൾ A2, B2, C2 എന്നിങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ എന്താണ് സംഭവം? ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണോ? അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല അല്ലേ. കാരണം നമുക്കറിയാം ഈ സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള ജോലികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വിഷൻ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. റെഡി ആണല്ലോ? അപ്പോൾ നമ്മുടെ NTPCയിലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഡീറ്റെയിൽസ് ഓഫ് വേക്കൻസീസ് അറ്റ് എ ഗ്ലാൻസ്, ഇവിടെ വേക്കൻസിയും കൊടുത്തിട്ടുണ്ട്, കൂടാതെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇത്രയും പോസ്റ്റുകളാണ് നമുക്ക് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ B2, A2, C2, C2 ഇങ്ങനെ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ, ഈ A2 എന്താണ്, B2 എന്താണ്, C2 എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിലും ഗുഡ്സ് ട്രെയിൻ മാനേജറിനും, സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിനും ഗുഡ്സ് ട്രെയിൻ മാനേജറിനും A2 സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. അപ്പോൾ A2 എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും സീരിയസ് ആയിട്ട് നോക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് എന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ A2 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ സംഭവങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ ഈ ഓരോ പോസ്റ്റുകളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കി നോക്കാം. അപ്പൊ എന്താണ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്? നമ്മുടെ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം, റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ മെഡിക്കൽ ടെസ്റ്റ് വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഈ മെഡിക്കൽ ടെസ്റ്റ് എക്സാം എല്ലാം പാസ്സായാലും മെഡിക്കൽ ടെസ്റ്റിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലിക്ക് ഒരിക്കലും കിട്ടുന്നതല്ല. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 എന്ന് പറയുന്നത് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. ഏതൊക്കെയാണ്? ഡിസ്റ്റന്റ് വിഷൻ 6/9 വിത്തൗട്ട് ഗ്ലാസസ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ വിത്തൗട്ട് ഗ്ലാസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നിയർ വിഷൻ SN 0.6 വിത്തൗട്ട് ഗ്ലാസസ് ആൻഡ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ ആൻഡ് മയോപിക് വിഷൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, A2 എന്ന് പറയുന്നത് ഏതൊക്കെ പോസ്റ്റുകൾക്കായിരുന്നു? A2 എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർക്കും ഗുഡ്സ് ട്രെയിൻ മാനേജറിനുമാണ് A2 സ്റ്റാൻഡേർഡ് വരുന്നത്. അപ്പൊ നമുക്കെന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ, സ്റ്റേഷൻ മാസ്റ്റർക്ക് കാഴ്ചയിൽ ഉണ്ടാവേണ്ട പ്രാധാന്യം അല്ലേ. കാരണം വിഷൻ വളരെയധികം പ്രോപ്പർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ A2 സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ട് നോക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, റെഡി? എന്താണ് ഈ 6/9 അല്ലെങ്കിൽ 0.6 നിയർ ഡിസ്റ്റന്റ് വിഷൻ 6/9 എന്ന് പറഞ്ഞാൽ എന്താണ്? നിയർ വിഷൻ 0.6 എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ ഇവിടെ നോക്കാം, A3 സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റ് വിഷൻ 6/9 തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ്? വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ് എന്ത് പറഞ്ഞത്? ഡിസ്റ്റന്റ് വിഷൻ പറഞ്ഞിരിക്കുന്നത്. B2 സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാലോ ഡിസ്റ്റന്റ് വിഷൻ 6/9 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. പക്ഷെ ഇവിടെ A3 സ്റ്റാൻഡേർഡ് പറയുന്ന സമയത്ത്
പവർ ഓഫ് ലെൻസ് ഡു നോട്ട് എക്സീഡ് 2D. 2 ഡയോപ്റ്ററിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല നമ്മുടെ ലെൻസിന്റെ പവർ എന്ന് പറയുന്നത്. നിയർ വിഷൻ 0.6 ആണ് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. പക്ഷേ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് പാസ്സായിരിക്കണം? കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ ആൻഡ് മയോപ്പിക് വിഷൻ ടെസ്റ്റുകൾ പാസ്സായിരിക്കണം. അതാണ് A3 വരുന്നത്. B2 വരുന്ന സമയത്ത് B2വിലും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. പവർ ഓഫ് ലെൻസ് ഡു നോട്ട് എക്സീഡ് 4D, 4 ഡയോപ്റ്റർ ആണ്. C2 എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് വിഷൻ 6/12 ആണ്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. നിയർ വിഷൻ ഡിസ്റ്റന്റ് വിഷൻ 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. നിയർ വിഷൻ 0.6 കമ്പൈൻഡ് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഓക്കെ, റീഡിംഗ് ഓർ ക്ലോസ് വർക്ക് ഇസ് റിക്വയർഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ പോസ്റ്റിനും അനുസരിച്ചാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് A2 സ്റ്റാൻഡേർഡ്സ്. കാരണം അത് ഗുഡ്സ് ട്രെയിൻ മാനേജർക്കും സ്റ്റേഷൻ മാസ്റ്റർക്കും ഉള്ളതാണ്. അപ്പൊ നോക്കിയാൽ അറിയാം ഇവിടെ വിത്തൗട്ട് ഗ്ലാസസ് ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാ A3 ആയാലും B2 ആയാലും C2 ആയാലും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. A2 മാത്രമാണ് വിത്തൗട്ട് ഗ്ലാസ് വരുന്നത്. അപ്പൊ എന്താണ് ഈ ഡിസ്റ്റന്റ് വിഷൻ, ഈ 6/9 എന്നൊക്കെ പറഞ്ഞാല്? അതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലാസിക് സർജറി. നമ്മുടെ കണ്ണിന് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ഹു ഹാവ് അണ്ടർഗോൺ ലാസിക് സർജറി ഓർ എനി അതർ സർജറി പ്രൊസീജിയർ നോട്ട് procedure to correct refractory error not eligible for the post having A2 and A3. A2 and A3 സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന ജോലികൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം. A2 സ്റ്റാൻഡേർഡ് ഏതിനൊക്കെയാണ്? A2 സ്റ്റാൻഡേർഡ് വരുന്നത്, A3 നമ്മളതിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടില്ല, സോറി മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടില്ല. A2 വരുന്നത് സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ട്രെയിൻ മാനേജറുമാണ്. അപ്പൊ ഈ രണ്ട് പോസ്റ്റിനും എന്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല? നമ്മുടെ കണ്ണിന് നമ്മുടെ റിഫ്രാക്ടറി എറർ കറക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സർജറി, ലാസിക് പോലെയുള്ള സർജറി ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതിന് അപ്ലൈ ചെയ്യാൻ പാടില്ല, അവര് എലിജിബിൾ ആവുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. A2 സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന പോസ്റ്റുകളിൽ മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ണിന്റെ ലാസിക് സർജറി ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിനും ഗുഡ്സ് ട്രെയിൻ മാനേജറിനും അപ്ലിക്കബിൾ ആവുന്നതല്ല, അവർ ആ പോസ്റ്റിന് എലിജിബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി പോസ്റ്റുകൾക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ കണ്ടു ഡിസ്റ്റന്റ് വിഷൻ 6/9, 6/12, നിയർ വിഷൻ 0.6 കണ്ടു. പിന്നെ നമ്മൾ എന്ത് കണ്ടു? നമ്മുടെ മയോപ്പിക് വിഷൻ, ബൈനോക്കുലർ വിഷൻ, കളർ വിഷൻ, ഇങ്ങനെയൊക്കെ കുറെ അധികം ടേംസ് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഇത് എന്താണ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വളരെ പെർഫെക്റ്റ് ആയിട്ട് അറിയണം എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ പോകുക, നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും ചെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ജസ്റ്റ് അവരുടെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ അവർ ചെക്ക് ചെയ്ത് തരുന്നതാണ്. നമുക്ക് റെയിൽവേയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് തരുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്യാനാണെങ്കിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വീട്ടിലാണെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്നും ഇതേപോലെയുള്ള പേജുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്നെല്ലൻ ചാർട്ട് എന്ന് അടിച്ചാൽ ഇതേപോലെയുള്ള ചാർട്ടുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡിസ്റ്റന്റ് വിഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെയുള്ള ഒരു ചാർട്ട്, ഇപ്പൊ നമ്മുടെ ആൽഫബറ്റ്സ് ആയാലും, ഇപ്പം ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആയാലും, മലയാളത്തിലുള്ള അതായാലും, ഇനിയിപ്പം 1 2 3 നമ്മുടെ നമ്പേഴ്സ് ആയാലും, ഏതെങ്കിലും ഒരു ചാർട്ട്, സ്നെല്ലൻ ചാർട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അത് കറക്റ്റ് ഒരു 6 മീറ്റർ ദൂരത്തിൽ, 6 മീറ്റർ ദൂരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ 6 മീറ്റർ ദൂരത്തിൽ അത് ഒട്ടിക്കുക. ആ ചാർട്ടിൽ നിന്നും 6 മീറ്റർ അകലത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഏറ്റവും മുകളിലത്തെ വലിയ അക്ഷരം വായിക്കാൻ ഇത് നമുക്ക് റീഡബിൾ ആണെങ്കിൽ നമ്മുടെ വിഷൻ വരുന്നത് 6/60 ആണ്. ഡിസ്റ്റന്റ് വിഷൻ 6/60 ആണ്. അതിന് താഴെ ഡിയും എന്നും നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 6/36 ആണ്. HCU നമുക്ക് വായിക്കാൻ പറ്റിയാൽ 6/24. അതിന് താഴെ വരുമ്പോൾ 6/18 ആണ്. അതിന് താഴെ വരുമ്പോൾ 6/12. CTPALO നമുക്കിപ്പോൾ വായിക്കാൻ പറ്റുവാണെങ്കിലാണ് നമ്മുടെ വിഷൻ എന്ത് വരുന്നത്? 6/9 വരുന്നത്. അപ്പൊ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ A2 സ്റ്റാൻഡേർഡ്സ് നമ്മൾ മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് എന്താണ്? 6/9 ആയിരിക്കണം, വിത്തൗട്ട് ഗ്ലാസ് അല്ലെ, വിത്തൗട്ട് ഗ്ലാസ്. ബാക്കി എല്ലാത്തിനും എന്താണ്? വിത്ത് ഗ്ലാസ് ആണ്. ഇനി ഏറ്റവും അടിയിലത്തേത് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് വരുന്നത്? 6/6 വിഷൻ വരുന്നത്. മനസ്സിലായല്ലോ?
അപ്പോൾ ഇതേപോലെയുള്ള ഒരു ചാർട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഡിസ്റ്റന്റ് വിഷൻ നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ ചെറിയ എറേഴ്സ് ഒക്കെ വരും. അപ്പം നമുക്ക് വളരെ പ്രോപ്പർ ആയിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങളൊരു നമ്മൾ മെഡിക്കലി നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോയി ചെക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. റെഡി? അപ്പോൾ 6/9 വിത്തൗട്ട് ഗ്ലാസ് ഏറ്റവും സ്റ്റാൻഡേർഡ് ആണ്. ബാക്കി വരുന്നതിന് വിത്തൗട്ട് ഗ്ലാസ് ആണ് വരുന്നത്. ഇനിയിപ്പം നമ്മൾ 6/12 വരുന്നുണ്ടല്ലോ, 6/12 വരുന്നത് എവിടെയായിരുന്നു? C2 ആണെങ്കിൽ 6/12 ആണ് വരുന്നത്. ഡിസ്റ്റന്റ് വിഷൻ B2നും 6/9ഉം 6/12 ഉണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കണ്ണ് അടച്ചു പിടിച്ചിട്ട് വായിക്കുക കേട്ടോ. ഫസ്റ്റ് ഒരു കണ്ണ് അടച്ചു പിടിച്ചിട്ട് വായിക്കുക, നെക്സ്റ്റ് വായിക്കുമ്പോൾ അടുത്ത കണ്ണ് അടച്ചു പിടിച്ചിട്ട് നോക്കുക. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ 6 മീറ്റർ ദൂരത്തിൽ വെച്ചിട്ട്. റെഡി ആണല്ലോ? അപ്പൊ ഇപ്പൊ അത് ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. A2ന് മാത്രമാണ് വിത്തൗട്ട് ഗ്ലാസ് വരുന്നത്. നെക്സ്റ്റ് നിയർ വിഷൻ 0.6 എന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ നിയർ വിഷൻ നമുക്ക് വായിക്കാൻ പറ്റുന്ന ചാർട്ടുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 25 മീറ്റർ അകലെ, 25 നമ്മൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ അടുത്ത് വെച്ച് വായിക്കില്ല അല്ലെ, കാരണം നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. നമ്മൾ എപ്പോഴും ഒരു ബുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ വെച്ച് വായിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കാണില്ല. നമ്മൾ എന്താ ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് നമ്മൾ എപ്പോഴും ബുക്ക് വായിക്കുക അല്ലെ. അത് വളരെ ദൂരെ വെച്ച് വായിക്കുന്നതും വളരെ അടുത്ത് വെച്ച് വായിക്കുന്നതും ഐസൈറ്റിന് പ്രശ്നമുള്ളവരാണ്. അപ്പൊ നമ്മൾ എപ്പോഴും വെക്കുന്ന രീതിയിൽ ഒരു 25 മീറ്റർ ദൂരത്തിൽ നമ്മൾ വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഏറ്റവും അടിയിലുള്ള ഏറ്റവും വലുത് വായിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് N36 ആണ്. അതിന്റെ മുകളിൽ വായിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് വിഷൻ N24 ആണ്. ഇത് വായിക്കാൻ N18. ഇതിന്റെ മുകളിൽ വായിക്കാൻ പറ്റുകയാണെങ്കിൽ അത് N12 ആണ്. ഇത് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് N9. ഇത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ N6. അങ്ങനെ നമുക്ക് ഓരോന്നിനും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ വെച്ചിട്ടും കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ മിസ് ഇതൊന്നും വായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. കാരണം ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള, നിങ്ങൾ ക്യാമറ വഴി കാണുന്നതാണല്ലോ നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാതെ പ്രോപ്പർ ആയിട്ട് ഇത് ചെയ്താൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ക്ലാരിറ്റി കുറവുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അത് അങ്ങനെ നമ്മുടെ നിയറസ്റ്റ് വിഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇനി കളർ വിഷൻ, നമുക്ക് രണ്ട് കളേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റുന്ന ചാർട്ടുകൾ, ഇതേപോലെയുള്ള ചാർട്ടുകൾ അവൈലബിൾ ആണ്. ഇതേപോലെ ഇപ്പൊ ഈ രണ്ട് കളറും നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ടെങ്കിലാണ് ഈ 12 എന്ന് പറയുന്ന നമ്പർ ഇതിന്റെ ഉള്ളിൽ നമുക്ക് വായിക്കാൻ പറ്റുക അല്ലെ. അങ്ങനെ നമുക്ക് കളർ വിഷനും നമുക്ക് അറിയാവുന്നതാണ്. റെഡി? അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ചാർട്ടുകളെല്ലാം ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നമുക്ക് റഫ് ആയിട്ടൊന്ന് അറിയാൻ പറ്റും. പക്ഷേ നമുക്ക് എപ്പോഴും പ്രോപ്പർ ആയിട്ട് ആക്യുറേറ്റ് റിസൾട്ട്സ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി അല്ല പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, എനിക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ഇനി നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ ടിക്കറ്റ് ടു സക്സസ് ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. വളരെ സക്സസ്ഫുൾ ആയി കുറേയധികം ആൾക്കാർ, കുറേയധികം ആസ്പിറൻസ് ഇപ്പോഴും നമ്മുടെ NTPC ബാച്ചിൽ, ടിക്കറ്റ് ടു സക്സസ് ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കുറേയും കൂടി സിലബസ് മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ കുറേയധികം ആസ്പിറൻസ് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തു, എന്തായാലും NTPC നോട്ടിഫിക്കേഷൻ വന്നല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, സൈലം ഒന്ന് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാവോ എന്നുള്ള കുറേയധികം സ്റ്റുഡൻസിന്റെ റിക്വസ്റ്റ് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ അടുത്ത ബാച്ചാണ് ടിക്കറ്റ് ടു സക്സസ് ബാച്ച് 2.0 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 9-ാം തീയതി തൊട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും നമുക്ക് ഇനിയും പഠിച്ചു തുടങ്ങാനുള്ള സമയമുണ്ടല്ലേ, കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. ഇനിയും നമ്മുടെ എക്സാം ഡേറ്റിലേക്ക് ഇനിയും നമുക്ക് കുറേയധികം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന റെയിൽവേ ജോലി എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും നമുക്ക് സമൂഹത്തിലായാലും നമുക്ക് ഫിനാൻഷ്യലി ആയാലും ഒക്കെ വളരെയധികം നല്ല ജോലിയാണ് റെയിൽവേയിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ജോലിയാണ് നമ്മുടെ NTPCയിലെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ജോലി എന്ന് പറയുന്നത്. കാരണം റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുറേയധികം ആസ്പിറൻസ് എയിം ചെയ്യുന്ന ഒരു പരീക്ഷയാണിത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ഫോക്കസും കൃത്യമായി എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും എയിം ചെയ്ത് നോക്കി പഠിച്ചാൽ നമുക്കും കിട്ടാവുന്ന പോസ്റ്റേ ഉള്ളൂ അല്ലെ. നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു പ്രിപ്പറേഷൻ കുറവ് കൊണ്ട് നമുക്കത് കിട്ടാതായി പോകരുത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾ NTPC ജോലിയാണ് എയിം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കാരണം കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക എന്ന് പ്രോപ്പറായി അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ NTPC ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് 3,999 ആണ്.
കോഴ്സ് വാലിഡിറ്റി വരുന്നത് 1 ഇയർ ആണ്. ക്ലാസ്സുകൾ 9-ാം തീയതി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ നമ്മുടെ NTPC ബാച്ചിൽ ജോയിൻ ചെയ്യുക. റെയിൽവേ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ജോലിയിൽ കയറണം. അപ്പോൾ എല്ലാവരെയും NTPC ബാച്ചിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി കൂടുതൽ കണ്ടന്റുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.